വെൽക്കം ബാക്ക്. കുട്ടികളെ നമ്മൾ SSLC എക്സാമിൻ്റെ IT പ്രാക്ടിക്കൽ മോഡൽ ക്വസ്റ്റ്യൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് 7ാമത്തെ ചാപ്റ്ററിലെ QGIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കൂ. ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടലിൽ അഥവാ മണ്ണിടിച്ചിലിൽ വിവരങ്ങൾ QGIS സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് തയ്യാറാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂചനകൾ നോക്കൂ. exam10_ ഡോക്യുമെൻസിലുള്ള QGIS ഫോൾഡറിൽ idukki.qgis എന്ന ഫയൽ തുറക്കുക. exam10 ഡോക്യുമെൻസിലുള്ള QGIS ഫോൾഡറിൽ കേരള landslide.csv എന്ന ഫയൽ ലെയറായി ഉൾപ്പെടുത്തുക. ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വിവരങ്ങൾ ഇടുക്കി ജില്ലയിൽ മൊത്തം വേണ്ട, ഏതെങ്കിലും ഒരു ലൊക്കേഷൻ്റെ ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൻ്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുക. QGIS സോഫ്റ്റ്വെയർ ജാലകം മുഴുവനായും കിട്ടുന്ന വിധം സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ _landslide_IDK അതോ ഇടുക്കി ഷോർട്ടാക്കി കൊടുത്താണ് .png എന്ന പേരിൽ exam10 പ്രോഡക്ട്സ് എന്നതിൽ സേവ് ചെയ്യുക. സിമ്പിളായ ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് QGIS ഒന്ന് തുറക്കാം. QGIS ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് QGIS എന്ന് പറഞ്ഞ ഫയൽ തുറക്കാനാണ് പറഞ്ഞു. നോക്കാം. exam10 ഡോക്യുമെൻസിലുള്ള QGIS ഫോൾഡറിൽ idukki.qgis എന്ന ഫയൽ തുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? exam10ലേക്ക് പോയേക്കാം. നമുക്ക് exam10 പോയാൽ QGIS ഫോൾഡർ തുറന്നാൽ idukki.qgis കണ്ടല്ലോ. ഈ ഫയൽ എന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് QGIS ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്താലും മതി. ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ സിംഗിൾ ക്ലിക്ക് ചെയ്ത് 2 കീ അടിച്ചാലും എന്ത് ചെയ്യും? സ്ക്രീൻ ദൃശ്യമാവും. നോക്കൂ, സ്ക്രീനിൽ ഇടുക്കിയുടെ മാപ്പ് വന്നിട്ടുണ്ട്. ഇടുക്കി മാത്രമേ ഉള്ളൂ, കേരളത്തിൽ ബാക്കിയുള്ളവരൊന്നും റിമൈനിങ് ആണ്. ഇനി എന്ത് ചെയ്യണം? ഇതിലേക്ക് ഒരു ലെയർ ആഡ് ചെയ്യണം. ആ ലെയറിലാണ് നമ്മൾ എന്തെങ്കിലും ഉരുൾപൊട്ടലിൻ്റെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിന് ലെയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, പ്രൊജക്റ്റ് എഡിറ്റ് വ്യൂ എന്നാ പറയുന്ന സീരീസ്, അതിനകത്ത് ഈ ലെയർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ലെയറിനകത്ത് ആഡ് ലെയറിന് ഉള്ളിൽ ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്ന് ക്ലിക്ക് ചെയ്യാം. ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ. അതിനുശേഷം ഏത് ലെയറാണ് സേവ് തുറക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ഇവിടെ ഈ ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയറിലാണെന്ന് ഉറപ്പുവരുത്തുക. ഫയൽ നെയിമിലേക്ക് വന്ന് ഇവിടെ ഈ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ഈ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ ഫോൾഡർ തുറന്നു വരും. ഹോമിൽ exam10 ഡോക്യുമെൻറ്റ്സിനകത്ത് പറഞ്ഞിരുന്ന ഫയൽ കേരള landslide.csv ആണ്. എന്ന് വെച്ചാൽ ലാൻഡ്സ്ലൈഡുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളെയും ഒരു CSV ഫയലായിട്ട് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ട്. ആ ഫയലിനെ നമ്മുടെ ഈ ഒരു മാപ്പിലേക്ക് ഉൾപ്പെടുത്താനാണ് ചെയ്യാൻ പോകുന്നത്. കേരള ലാൻഡ്സ്ലൈഡ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ കൊടുത്തതിന് ശേഷം വേറെ കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെ ഫയൽ ഫോർമാറ്റ് CSV ആണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഈ ജിയോമെട്രിയിൽ ഒരു കാര്യം ചെയ്യാനുണ്ട്. ജിയോമെട്രി CRS എന്നതിൽ ഇതിനകത്ത് താഴെ ഓപ്ഷൻ കണ്ടോ, ഡിഫോൾട്ട് CRS EPSG 4326 WGS 84. ഈ ഒരു സെറ്റിങ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ആ സെറ്റിങ്സ് ഒന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, നമ്മളെന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ഇത് സെറ്റ് ചെയ്തു. ഡിഫോൾട്ടായിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജിയോമെട്രി CRSൽ ഡിഫോൾട്ട് CRS EPSG 4326 WGS 84 എന്ന് പറയുന്ന ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ദെൻ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതാണ് കൊടുക്കേണ്ടത്, എങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. അതിന് ശേഷം താഴെ ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, ഈ ആഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കാണും കുറേ ഡോട്ട്സുകൾ, കുറേ ഈ ഇടുക്കിക്കകത്തുകൊണ്ട് ഇടുക്കിൻ്റെ പുറത്തും ഒരുപാട് ഡോട്ടുകളുണ്ട്. കാരണം നമ്മൾ ചെയ്ത ഫയൽ ഇടുക്കിയുടെ മാത്രം ഫയലല്ല, കേരളത്തിൽ മൊത്തമുള്ള ഫയലാണ്. അപ്പോൾ കേരളത്തിൽ മൊത്തം ഇടുക്കിയുടെ അപ്പുറത്തുള്ള ജില്ലകൾ, എറണാകുളത്തും അതുപോലെ തൃശ്ശൂർ, പാലക്കാട് ഏരിയയിലൊക്കെ ജില്ലകളിലൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇടുക്കിയിലുള്ള ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടലിൽപ്പെട്ട വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കാനാണ്. നമ്മൾ ലെയറിനകത്തുള്ള വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് എന്നാണ് പറയുക. ഒരു ഉണ്ട്, അതുപോലെ തന്നെ ഒരു കഴ്സറും ഉണ്ട് അല്ലേ. ഒരു കഴ്സർ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ വിവരങ്ങൾ വരുന്ന ഷോർട്ടാക്കി മനസ്സിലാക്കുകയാണെങ്കിൽ കഴ്സർ കൊണ്ടുപോയി വെക്കുമ്പോൾ വിവരങ്ങൾ വരണം. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തൊരു ഐക്കൺ തന്നെ ആയിരിക്കും അത്. ഒരു കഴ്സറും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴുകൂടി ഇവിടെ ഫീച്ചേഴ്സ് കാണിക്കാൻ വേണ്ടി ഒരു വിൻഡോ തുറന്നു വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തു, ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ദൃശ്യങ്ങൾ നോക്കൂ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഡ്രാഗ് ചെയ്താൽ ഇവിടെ മൂന്നാർ ഹിൽ സ്റ്റേഷനിലാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. ഡേറ്റ് എന്നാണ് 8/17/2018.
ലാൻഡ് സ്ലൈഡ് സെറ്റിങ്സ് എബോ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണതാണ്. ഫെറ്റാലിറ്റി കൗണ്ട് എന്ന് വെച്ചാൽ ആൾക്കാർ മരണപ്പെട്ടൊന്നുമില്ല, ആൾക്കാർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് ഇടുക്കി തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇവിടെ മറയൂർ ഭാഗത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ വിവരങ്ങളും ആ ഫയലിനകത്തുണ്ട്. നമ്മളടുത്ത് പറഞ്ഞ ഇടുക്കിയിൽ ഏതെങ്കിലും ലൊക്കേഷൻ കൊടുക്കാനാണ്. ഞാനിവിടെ ഇടുക്കിയിലുള്ള ഈ ഒരു ലൊക്കേഷൻ, മൂന്നാമത്തെ ലൊക്കേഷൻ തന്നെ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്ക് തീർന്നു. ഇനി ഇത് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടുക്കിയിലുള്ള ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തെ വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കാനാണ് പറഞ്ഞത്. വിവരങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ തുറന്നു വരുമ്പോൾ ഇത് ഓപ്ഷൻസ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഫീച്ചേഴ്സ് ആൻഡ് വാല്യൂവിൻ്റെ ഇടയിൽ മൗസ് ഒന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 2 സൈഡ് ആരോക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ നീക്കി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, വിവരങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രിൻറ്റ് സ്ക്രീൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സെലക്ഷൻ സ്ക്രീൻ വിൻഡോ എന്നുണ്ട്. അതിൽ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. മൊത്തം വിൻഡോ വേണം പറഞ്ഞിട്ടുണ്ട് പരീക്ഷ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സ്ക്രീൻ മൊത്തത്തിൽ വേണം. അതിനെന്ത് ചെയ്യുക, നമ്മൾ സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് താഴെ വെള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് പിക്ചർ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്തിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹോമിൽ പിക്ചേഴ്സിൽ പോവാം. ഹോമിൽ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഏറ്റവും അവസാനത്തെ പിക്ചറായിരിക്കും നമ്മളിപ്പോൾ എടുത്ത ആ ഒരു പിക്ചർ. നോക്കാം, ഇതൊന്ന് കോപ്പി എടുക്കുക. ഇപ്പോൾ നിലവിൽ പിക്ചർ കിടക്കുന്നത് ഹോമിൽ പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ടിനകത്താണ്. നമുക്ക് എവിടെയാണ് എക്സാമിനകത്ത് സേവ് ചെയ്യേണ്ടത്, എക്സാം 10 പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഹോമിലേക്ക് പോകുന്നു, എക്സാം 10 പ്രോഡക്ട്സിലേക്ക് വരുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നെയിം ചേഞ്ച് ചെയ്യാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റീനെയിം അതിനുശേഷം റീനെയിം ചെയ്യുമ്പോൾ .png അവിടെ നിലനിർത്തണം. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നമ്പർ ഇട്ട് കൊടുക്കുന്നു, രജിസ്റ്റർ നമ്പർ _ ഇതിന് നെയിം പറഞ്ഞത് ഇടുക്കി, രജിസ്റ്റർ നമ്പർ _ IDK എന്നാണ് പറഞ്ഞത് കൊടുക്കാൻ പറഞ്ഞ് IDK എന്ന് കൊടുത്തു. .png ആയിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്. ഇടുക്കി ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടലിനെ സ്ക്രീനിൽ കാണിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ ദൃശ്യമാക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞത്. നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്യൂജിസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് വരാം. നേരത്തെ ചെയ്തതുപോലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ലൊക്കേഷൻ മാത്രം മാറിയെന്നുള്ളൂ. വയനാട് ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിൽ വിവരങ്ങൾ QGIS സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് തയ്യാറാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ എടുത്തത് മറ്റൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള QGIS ഫോൾഡറിലെ വയനാട് .qgis എന്ന ഫയൽ തുറക്കുക. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള QGISലെ കേരള ലാൻഡ്സ്ലൈഡ് .csv എന്ന ഫയൽ ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയറായി ഉൾപ്പെടുത്തുക. ജോമെട്രി CRS എന്നാണ് EPSG 432.6 VGS 84. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത പോലുള്ള സെയിം സെറ്റിങ്സ് തന്നെയാണ്. വയനാട് ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിൽ വിവരങ്ങൾ പ്രദർശിപ്പിക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം, ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേറെ കാര്യം കൂടി ചെയ്യാനുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ജസ്റ്റ് അതിന് സ്ക്രീൻഷോട്ട് മാത്രമാണ് തയ്യാറാക്കിയത്. സപ്പോസ് പരീക്ഷയ്ക്ക് ഈ തയ്യാറാക്കിയ മാപ്പ് ഒരു PDF ആക്കി പുറത്ത് എടുക്കണം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനറിയോ? അപ്പോൾ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തത്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, സെയിം നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ, PDF ആയി എങ്ങനെ പുറത്തേക്ക് എടുക്കാം എന്നുള്ളത്. അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. ആദ്യം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ രീതിയിൽ ആ മാപ്പിനെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് PDF ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു. സിമ്പിളായി പറഞ്ഞിട്ട് എന്താണ്, നമുക്ക് ഫയൽ തന്നിട്ടുണ്ട്, QGIS സോഫ്റ്റ്വെയർ പ്രദർശിപ്പിച്ച് വയനാടിൻ്റെ ഒരു ഫയൽ ഉണ്ടാവും, അത് തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാം 10ലുള്ള QGIS ഫോൾഡറിലെ വയനാട് .qgis എന്ന ഫയൽ തുറക്കുക. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള കേരള ലാൻഡ്സ്ലൈഡ് .csv നേരത്തെ തുറന്ന സെയിം ഫയൽ തന്നെ, അത് തുറക്കുക. ദെൻ ഈ ലൊക്കേഷൻ കാര്യങ്ങൾ ജോമെട്രി CRS സെറ്റ് ചെയ്യുക. പിന്നെ വയനാട്ടിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടലിനെ സ്ക്രീനിൽ കാണിക്കുക. അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ട്. സേവ് ചെയ്യുന്ന ലൊക്കേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ലൊക്കേഷൻ എക്സാം 10 എക്സാം പ്രോഡക്ട്സ് തന്നെയാണ്. രജിസ്റ്റർ നമ്പർ ലാൻഡ്സ്ലൈഡ് _ വയനാട് VYD എന്നാണ് WYD എന്നാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമ്മുടെ എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള QGIS ഫോൾഡറിനകത്ത് നിന്ന് വയനാട് .qgis എന്ന് പറഞ്ഞ ഫയൽ തുറക്കാനാണ് പറഞ്ഞത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക, അല്ലെങ്കിൽ QGISൽ ആപ്പ് തുറന്നിട്ട് അങ്ങനെയും തുറക്കാം. ഓപ്പൺ വിത്ത് QGIS കൊടുത്താൽ ഇപ്പോൾ വയനാട് സ്ക്രീനിൽ ദൃശ്യമായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മുടെ ലെയർ ആഡ് ചെയ്യാനുണ്ട്. ലെയർ ആഡ് ചെയ്യാൻ വേണ്ടി ലെയർ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ലെയർ കൊടുക്കുന്നു. ആഡ് ലെയറിനകത്ത്
ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ നെയിം ചൂസ് ചെയ്യാൻ പറയുന്നു. അവിടെ ഫയൽ നെയിം എന്ത് ചെയ്യണം, മുകളിൽ 3 ഡോട്ട്സും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹോമിൽ X&N ഡോക്യുമെൻറ്റ്സിൽ കേരള ലാൻഡ്സ്കേപ്പ്.csv എന്ന ഫയൽ ഓപ്പൺ ആക്കുന്നു. ഫയൽ തുറന്നു വരുന്നു. ഇവിടെ ഇവിടെ ഫയൽ ഫോർമാറ്റ് CSV ആണെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം നമ്മളിവിടെ ജോമെട്രി എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് CRS പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറഞ്ഞ ലൊക്കേഷൻ തന്നെ ആക്കി വെക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ സെറ്റിങ്സ്. CRS EPSG 432.6 WGS 84 അത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇപ്പോൾ എന്ത് ചെയ്തു, വയനാട്ടിലേക്ക് മൊത്തം കേരളത്തിലുള്ള ഫയലാണ്. അതുകൊണ്ട് തന്നെ വയനാടിന് പുറത്തും ഏരിയയിൽ എന്തുണ്ട്, നമ്മുടെ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓരോ ഡോട്ട്സും എന്താണ്, ഓരോ ലാൻഡ് സ്ലൈഡുകളെ അല്ലെങ്കിൽ മണ്ണിടിച്ച് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനെയാണ് സൂചിപ്പിക്കുന്നത്. കൃത്യമായ ലൊക്കേഷനാണത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ വയനാട്ടിലെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലെ വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെന്ത് ചെയ്യുക, ഈ ഐഡൻറ്റിഫൈഡ് ഫീച്ചേഴ്സ് എന്ന് അഥവാ ഐയും ഒരു കഴ്സറും കൂടിയുള്ള പിക്ചർ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താണ് ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്, Ctrl+Shift+I അവിടെ കൊടുത്തിട്ടുണ്ട്. Ctrl Shift+I അടിച്ചാലും എന്ത് ചെയ്യും, ഓപ്ഷൻ എനേബിൾ ആവും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഈ ഫീച്ചേഴ്സ് ആൻഡ് വാല്യൂ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ കറക്റ്റായിട്ട് കാണിക്കും. നമ്മുടെ ഇപ്പോൾ അടുത്ത് നടന്ന സംഭവം ഇവിടെയാണ് നമ്മുടെ പുത്തുമല ലാൻഡ് സ്ലൈഡ്. വയനാട്ടിലെ പുത്തുമലയിൽ ഉണ്ടായില്ലേ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ആ സംഭവമാണ് കഴിഞ്ഞ വർഷമാണ്, 1-2 വർഷം മുതൽ 2025 നടന്ന സംഭവമാണ്. ഇവിടെ നോക്കൂ, ഫാറ്റാലിറ്റി കൗണ്ട് എന്ന് വെച്ചാൽ ആൾക്കാർ 20 ആൾക്കാർ മരിച്ചു എന്നാണ് ഡാറ്റയിൽ പറയുന്നത്. ഇഞ്ചുറി കൗണ്ട് 13. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ ഒരു ഏരിയ മൊത്തം സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. നമ്മളിപ്പോൾ വയനാട്ടിലെ ഒരു പുത്തുമല എന്ന് പറഞ്ഞ ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് നിന്ന് എടുക്കുന്നു. ഇനി സപ്പോസ് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറയുകയാണ്, ഈ ലാൻഡ് സ്ലൈഡിലുള്ള മുഴുവൻ ലിസ്റ്റും കാണിക്കണം എന്ന് പറയുകയാണെങ്കിൽ, മുഴുവൻ ഇപ്പോൾ വയനാട്ടിലെ ഒരു ലൊക്കേഷൻ അല്ലാതെ മൊത്തം ഏരിയ കാണിക്കണം എന്ന് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ലാൻഡ് സ്ലൈഡില്ലേ കേരള ലാൻഡ് സ്ലൈഡ്, അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ലെയറിൽ കേരള ലാൻഡ് സ്ലൈഡ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇതിനകത്തുള്ള മുഴുവൻ വിവരങ്ങളും സ്ക്രീനിൽ കാണിക്കും. നോക്കൂ, ഏകദേശം ഒരു 119 സ്ഥലത്തെ വിവരങ്ങളുണ്ട്. ഏകദേശം നമ്മുടെ അടുത്തുള്ള എല്ലാ ചെറിയ ഉരുൾപൊട്ടലുകൾ, ചെറിയ മണ്ണിടിച്ചിൽ വരെ അതിനകത്ത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2012 മുതൽ 2017 ഓരോ സ്ഥലങ്ങൾ വ്യത്യസ്ത അളവ് നോക്കണ്ട, പക്ഷേ ഓരോ ലൊക്കേഷനിലെയും ഡേറ്റിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ടാവും. നോക്കൂ, ഇങ്ങനത്തെയും വിവരങ്ങൾ വരും. ഇത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞാൽ പ്രിൻറ്റ് സ്ക്രീൻ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഈ ഒരു ഏരിയ സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. ഈ ഒരു ഏരിയ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് SCR എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. പ്രിൻറ്റ് SCR അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വന്നു. അതിനകത്ത് ഇവിടെ ഈ സെലക്ഷൻ ഉണ്ട്, സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമ്മൾ സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള വൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീൻഷോട്ട് വരും. ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫയൽസിൽ പോയി ഹോമിലൊന്ന് പോയേക്കാം. ഹോമിൽ X&N ഡോക്യുമെൻറ്റ്സ്, പിക്ചേഴ്സിലാണ് ഉണ്ടാവുക. പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട് തുറക്കുക. സ്ക്രീൻഷോട്ടിൽ ഏറ്റവും അവസാനത്തെ പിക്ചർ, അത് പ്രോസസ്സ് പൂർത്തിയായിട്ടില്ല, അതിന് മുമ്പ് ഞാൻ ക്ലോസ് ആയിപ്പോയി. ഒന്നുകൂടെ സ്ക്രീൻഷോട്ട് എടുക്കാം. പ്രിൻ്റ് സ്ക്രോൾ ഇങ്ങനെ എടുത്തു. ദെൻ പിക്ചേഴ്സ് പോയേക്കാം. നോക്കൂ, നമ്മൾ വയനാടിൻ്റെ മാപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ കീബോർഡിലുള്ള പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. PRT SCR ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സ്ക്രീനിൽ വരും. ഇത് 4 സൈഡ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ഷൻ സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എൻജിയർ സ്ക്രീൻ സെലക്ട് ആവും. ദെൻ നമ്മുടെ ഈ താഴെയുള്ള വൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സൗണ്ട് നിങ്ങൾ കേട്ടു, ക്യാമറയുടെ ഫ്ലാഷ് അടിക്കണ ക്യാമറയുടെ ഷട്ടർ ക്ലോസ് ആണ് സൗണ്ട് പോലെ കേട്ടില്ലേ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ഹോമിൽ പോയി പിക്ചേഴ്സിൽ നിന്ന് സെർച്ച് ചെയ്തു. സ്ക്രീൻഷോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ കാണുന്നുണ്ട്, സ്ക്രീൻഷോട്ട് ഇവിടെ ദൃശ്യമായിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് കോപ്പി എടുക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുന്നു. ഹോമിലേക്ക് തിരിച്ചു വരുന്നു. X&N ഡോക്യുമെൻറ്റ്സ് പ്രൊഡക്ട്സിലേക്ക് വന്ന് പേസ്റ്റ് ചെയ്യുന്നു.
ദെൻ ഇതിന് നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്യുന്നു. ദെൻ ഈ JPG അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ഇറേസ് ചെയ്ത് കളയുക, ബാക്ക് സ്പേസ് അടിച്ചിട്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ നമ്പർ _ വയനാട് എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അത് ചെയ്യാം. ഇവിടെ ലാൻഡ് സ്ലൈഡ് കൂടി ചേർക്കാൻ പറഞ്ഞിരുന്നു. ലാൻഡ് സ്ലൈഡ് _ വയനാടിന് ഷോർട്ടായിട്ട് WYD എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ റീനെയിം ചെയ്യുന്നതോടുകൂടി ക്വസ്റ്റ്യൻ പൂർത്തിയായി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇപ്പോൾ നിലവിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ അഥവാ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ പറയുന്ന തന്നിരിക്കുന്ന മാപ്പ് ഒരു PDF ആയി എക്സ്പോർട്ട് ചെയ്യാനും അത് പുറത്തേക്ക് എക്സാം 2 ഡോക്യുമെൻറ്റിലേക്ക് കോപ്പി ചെയ്യാനും നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ചിലപ്പോൾ പബ്ലിക്കിന് ചോദിക്കാം, ഉറപ്പൊന്നുമില്ല. എന്നാലും നമ്മൾ പഠിച്ചിരിക്കണം. കുറച്ച് റിസ്ക് ചെയ്യാൻ കുറച്ച് ടൈറ്റായ രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സ്ക്രീനിൽ കാണുന്ന ഈ വയനാടിൻ്റെ മാപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PDF ആയി എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റിനകത്ത് ന്യൂ പ്രിൻ്റ് ലേഔട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനൊരു പേര് കൊടുക്കുക. നമ്മൾ വയനാടിൻ്റെ മാപ്പല്ല, അങ്ങനെ വയനാട് എന്ന് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ സ്ക്രീനിൽ വരും. നമുക്ക് വലുതാക്കാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ആവശ്യാനുസരണം ഈ കാണുന്ന വൈറ്റ് സ്പേസാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന ക്യാൻവാസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമതായിട്ട് മാപ്പിനെ ഈ ഒരു ലേഔട്ടിലേക്ക് സെറ്റ് ചെയ്യണം. അതിനിവിടെ ഈ ഇടത് സൈഡിലൊരു ഓപ്ഷൻ കണ്ടോ, ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടിയ പോലെ, സൈഡ് ചുരുട്ടിയ പോലെ ഒരു പേപ്പർ ഉണ്ടല്ലേ, അതാണ് ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് മാപ്പ് എന്നാണ് അതിൻ്റെ പേര്. അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് മുകളിൽ നിന്ന് അതുപോലെ തന്നെ 4 സൈഡിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ മാപ്പ് ഇവിടെ സ്ക്രീനിൽ ആഡ് ചെയ്യപ്പെടും. നമ്മുടെ ഈ സ്ക്രീനിൽ എങ്ങനെയാണോ മാപ്പ് കാണുന്നത് അത്തരത്തിലാണ് നമ്മുടെ പ്രിൻ്റ് എടുക്കാൻ പോകുന്ന ലേഔട്ടിലേക്ക് ഇത് വരിക. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സൂം ചെയ്ത അവസ്ഥയിലായിരിക്കും. ആ സ്ക്രീനിൽ എന്താണോ കാണുന്നത് ആ കാണുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ലേഔട്ടിൽ വരിക. ഇനി നമുക്ക് ഇതിന് ഹെഡിങ് കൊടുക്കണം അല്ലേ, മാപ്പ് ആകുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടാവുമല്ലോ. അപ്പം ഒരു ഹെഡിങ് കൊടുക്കാൻ വേണ്ടി T എന്ന ടൂൾ ഉണ്ടോ, അതാണ് ആഡ് ലേബൽ. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ചെറിയൊരു ബോക്സ് വരക്കുക. ഇവിടെ വരച്ച ഉടനെ ഈ സൈഡിലായിട്ട് ഐറ്റം പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഐറ്റം പ്രോപ്പർട്ടീസ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ മെയിൻ പ്രോപ്പർട്ടീസിന് താഴത്ത് ഡിഫോൾട്ടായിട്ട് നെയിം വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് നമ്മൾ വയനാട് തന്നെയാണ് പേര് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വയനാട് എന്ന് ടൈപ്പ് ചെയ്യുക. എന്താണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആ പേരാണ് കൊടുക്കേണ്ടത് കേട്ടോ. വയനാട് എന്ന് കൊടുത്തു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ സൈസ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, താഴേക്ക് വരുമ്പോൾ ഇവിടെ അപ്പിയറൻസ് എന്നുള്ളത് താഴെ അപ്പിയറൻസിൽ ഫോണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ കാണും, ഫോണ്ട് സൈസാണ്. അതെന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഒന്ന് സൈസ് കൂട്ടി കൊണ്ടുവരാം. നമ്മളിവിടെ കൂട്ടിനനുസരിച്ച് സ്ക്രീനിലൂടെ കൂടി വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മളിവിടെ ആഡ് ചെയ്ത് വരുന്നു വയനാടെന്ന്. അത്യാവശ്യം സൈസ് നമുക്ക് ആവശ്യാനുസരണത്തിലുള്ള സൈസ് ആയാലും നിർത്തുക. ഇപ്പോൾ ഒരു 40 ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫോണ്ടിനകത്ത് തന്നെ ഇവിടെ മുകളിൽ വ്യത്യസ്ത ഫോണ്ടുകൾ ചൂസ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇപ്പോൾ പേര് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യുക വെച്ചാൽ ഇതിന് കളർ സെറ്റ് ചെയ്യണം. ഒരു ബ്ലാക്ക് കളറല്ല, നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഹെഡിങ്ങിന് റെഡ് കളർ കൊടുക്കാൻ വേണ്ടി ഫോണ്ട് കളറിൻ്റെ ഇവിടെ സൈഡിലുള്ള ഈ ചെറിയ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക. ഇഷ്ടപ്പെട്ട മീൻസ് എക്സാമിന് എന്താണോ പറയുന്നത് ആ കളർ ചൂസ് ചെയ്യുക. ദെൻ ഇപ്പോൾ കണ്ടോ സ്ക്രീനിൽ വയനാട് എന്ന് വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹെഡിങ് അവിടെ സെറ്റായി. നമുക്ക് ആവശ്യാനുസരണം നീക്കി വെക്കാൻ പറ്റും. എവിടേക്കാണോ നീക്കി വെക്കേണ്ടത് അങ്ങോട്ടേക്ക് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ലെജൻഡ് ആഡ് ചെയ്യണം. എന്തൊക്കെ സൂചകങ്ങളാണ് ഈ മാപ്പിനകത്തുള്ളത്, ആഡ് ലെജൻഡ് എന്നറിയും. അവിടെ ആഡ് ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടത് സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട് ആഡ് ലെജൻഡ് എന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൻ്റെ വലത്തെ സൈഡിലൊന്നും ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ലെജൻസ് അവിടെ വരും. നമുക്ക് ആവശ്യാനുസരണം നീക്കി വെക്കാം. കാരണം ഇവിടെ ആകെ രണ്ട് സൂചകങ്ങളേ ഉള്ളൂ. ഒന്ന് കേരള ലാൻഡ് സ്ലൈഡും, ഒന്ന് വയനാട് സൂപ്പർ ഫയലും. എന്ന് വെച്ചാൽ വയനാടിൻ്റെ ഔട്ടറിലായിട്ടുള്ള ഫയലും അതുപോലെ ലാൻഡ് സ്ലൈഡിൻ്റെ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വലിയൊരു മാപ്പൊക്കെ ആണെങ്കിൽ ഒന്നിലധികം ഡാറ്റകളൊക്കെ ഉള്ളതാണെങ്കിൽ അപ്പോൾ ഒരുപാട് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വരും. എക്സാമിൻസ് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാപ്പിൽ കൊടുത്തിരുന്ന മുഴുവൻ ലെയേഴ്സിനെ കുറിച്ചും ഇവിടെയുള്ള ഡാറ്റ ഇവിടെ വരും. ഇനി വേണമെങ്കിൽ നമുക്കൊരു ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു സ്കെയിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് സ്കെയിൽ കൊടുക്കാം. നോർമലി മാപ്പിൻ്റെ കൂടെ സ്കെയിൽ ഉണ്ടാവാറുണ്ട്.
അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കെയിൽ മാപ്പിൻ്റെ സ്കെയിലിംഗ് അളവ് എത്രയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും ചെയ്താൽ എന്ത് ചെയ്തു, ലേ ഔട്ട് സെറ്റായി കഴിഞ്ഞു. ഈ സെറ്റായ ലേ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് എടുക്കണം. സെറ്റായ ലേ ഔട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ലേ ഔട്ടിലേക്ക് പോകുന്നു. അവിടെ എക്സ്പോർട്ട് ആസ് ഇമേജ്, എക്സ്പോർട്ട് ആസ് SVG, എക്സ്പോർട്ട് ആസ് PDF. പരീക്ഷയ്ക്ക് എന്താണോ പറയുന്നത്, PDF ആണെങ്കിൽ PDF, SVG ആണെങ്കിൽ SVG, ഇമേജ് ആണെങ്കിൽ ഇമേജ്. ഞാനിപ്പോൾ നിലവിൽ ചെയ്യാൻ പോകുന്നത് PDF എന്ന ഓപ്ഷനിലേക്കാണ്. അപ്പോൾ എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യാം. സ്ക്രീനിൽ നെയിംസ് ഇവിടെ ദൃശ്യമായിട്ട് വരും. നമുക്ക് വേണ്ട പേര് കൊടുക്കാം. ആൾറെഡി നമ്മൾ വയനാട് പേര് എടുത്തുകൊണ്ട് തന്നെ ഇവിടെ വയനാട് എന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, വയനാടിൻ്റെ കൂടെ രജിസ്റ്റർ നമ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു റാൻഡംലി ഞാൻ തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ച് കണ്ട് തയ്യാറാക്കിയ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ക്വസ്റ്റ്യൻ കാണിക്കാനൊന്നുമില്ല. 1 2 3 4 5 6 ഒരു റാൻഡം നമ്പർ കൊടുത്തു, _ വയനാട്, എന്താണോ എക്സാമിൽ പറയുക ആ തരത്തിലുള്ള പേര് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മുടെ എക്സാം 10 ഡോക്യുമെൻറ്റ്സിലാണുള്ളത്. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫയൽ സേവ് ചെയ്യുന്ന അവസരത്തിൽ ഈ ഹോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ കൃത്യമായി നമ്മുടെ ഫയൽ സേവ് ചെയ്യേണ്ടത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിലൂടെ കാണിക്കും. ഇവിടെ സ്കൂളിൽ നിന്നാണ് എൻ്റെ ഹോമിൻ്റെ പേര്, Exam 10 പ്രോഡക്ട്സ്. ഇവിടെ ഒരു ഡാർക്ക് ഒരു ഗ്രേ കളറിൽ ഷെയ്ഡ് കാണുന്നില്ലേ, ഒരു ബട്ടൺ പ്രസ് ചെയ്ത പോലെ ഫീൽ ചെയ്യും. ഞാൻ ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ ഇങ്ങോട്ട് മാറുന്നത് കണ്ടോ. അത്തരത്തിൽ സെലക്ഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത്തരത്തിൽ കളറിലാണ് ലൈറ്റായിട്ടൊരു ഗ്രേ കളറിലാണ് ആ ഹെഡിങ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ നെയിം കൊടുത്ത് സേവ് ചെയ്ത് പോകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, നിങ്ങൾ വേറെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, ഫയൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇൻവിജിലേറ്റേഴ്സിന് ആ ഫയൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ Exam 10 പ്രോഡക്ട്സിൻ്റെ ആ ഒരു ഹെഡിങ് ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രേ കളറിൽ കാണുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നെയിം കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിലിവിടെ വയനാട് ഈസ് റെഡി. ഇവിടെ താഴെ സേവ് ബട്ടൺ വരാൻ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്പോർട്ട് ലേ ഔട്ട് സക്സസ്ഫുള്ളി എക്സ്പോർട്ട് ടു എന്ന് പറയുന്നത് ലൊക്കേഷൻ പറയുന്നുണ്ട്. Exam 10 പ്രോഡക്ട്സിലേക്ക് ലേ ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് പോയി തുറന്ന് നോക്കാം. Exam 10 പ്രോഡക്ട്സ് തുറന്നു. ഇത് നോക്കൂ, വയനാടിൻ്റെ ഫയൽ PDF ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സാമ്പിളായിട്ട് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്യാം. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും A+ നിർണ്ണയിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ.